ഇത് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, കോളേജിനും ടീച്ചേഴ്സിനും എല്ലാം. സ്കൂൾസ് മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പിള്ളേർക്ക് മാത്രമേ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. കാലുവേദന, കൈവേദന അത് പർട്ടിക്കുലർലി ബോയ്സിനും ഉള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പൊളിറ്റിക്കലി പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. സോ ഇതിനെ പറ്റി നമുക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ അഭിപ്രായം ചോദിക്കാം. സ്കൂൾ ഞാനത് ന്യൂസിൽ കണ്ടായിരുന്നു, പക്ഷെ സ്കൂളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇത് കൊടുക്കണം എന്നൊരു താല്പര്യം എനിക്കില്ല. കോളേജിലും പിന്നെ വർക്കിംഗ് വുമൻ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമുക്കാണെങ്കിലും കോളേജിൽ നമുക്കിത് ഭയങ്കര നല്ലൊരു സംഭവമായിരിക്കും കോളേജിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞു, സാറ് തന്നെ പറഞ്ഞു, സിറ്റുവേഷൻ അനുസരിച്ച് അത്രയും വേഴ്സ്റ്റ് കണ്ടീഷൻസ് ആയിട്ടുള്ളവർ മാത്രം ലീവ് എടുത്താൽ മതിയെന്ന്. ഞാൻ പറയുന്നത് പലർക്കും പല ബുദ്ധിമുട്ടായിരിക്കും. ചിലവർക്ക് കാലുവേദനയുണ്ട്, തലവർക്ക്, ചിലർക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരെ നിർബന്ധിച്ച് സ്കൂളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് മീൻസ് പീരീഡ്സ് ആയി വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് രാവിലെ യൂണിഫോം ഇട്ട് ഈ ബാഗും തൂക്കി അവർ ചേരുന്ന, നമ്മൾ പലപ്പോഴും ബസ്സിലൊക്കെ ആണ് പിള്ളേർ തളർന്നാണ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അവധി നിർബന്ധമാണ്. ഒരുപാട് ഇൻഇക്വാലിറ്റീനെ പറ്റി ഇതിന്റെ കാര്യത്തിൽ ചർച്ച വന്നിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പം 3 ദിവസത്തെ ലീവ് ഗേൾസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബോയ്സ് അപ്പം എന്ത് ചെയ്യും? ഐ മീൻ അവർക്കതില്ല. മെൻസ്ട്രേഷൻ പീരീഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിലും കാലുവേദന, കൈവേദന അത് പർട്ടിക്കുലർലി ബോയ്സിനും ഉള്ളതാണ്. അപ്പം അതിന്റെ ഒരു ഒപ്പീനിയനിൽ പിന്നെ സ്റ്റഡീസിന് ഒരുപാട് ബാധിക്കുന്നുള്ള ഒരുപാട് ടെൻഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം എടുക്കായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കും അവധി കിട്ടിയില്ല, അതുകൊണ്ട് ഇവർക്കെങ്കിലും അവധി കിട്ടണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സ്കൂൾ കുട്ടികളെ മറ്റേ കോളേജ് കുട്ടികളെ ആക്കണമെന്ന് ഞങ്ങളുടെ ഒരു കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായമുള്ളൂ. ആൺകുട്ടികൾ കൂടെ എന്തെങ്കിലുമൊക്കെ അവധി തരുവാനും നല്ലതായിരുന്നു എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. ഇതിനോട് ഞാൻ നന്നായി യോജിക്കുന്നു. നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇത് എടുത്തത്. കാരണം ഈ ഒരു 17 അല്ലെങ്കിൽ ഒരു 18 എബോ പിള്ളേരായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യണം, അവർ റെസ്റ്റ് വേണം. അപ്പം ഈ ഒരു കാര്യം നല്ലതാണ്. പക്ഷെ നമുക്ക് കോളേജ് പിള്ളേർക്ക് കൂടി ഒരു 3 ദിവസം വേണ്ട, ഒരു ദിവസം ആയാലും മതി ലീവ് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും. അപ്പം ഞാൻ യോജിക്കുന്നു. ഇതേലും നടക്കണം. കുറേ പ്ലാൻസ് അവർ പറഞ്ഞു, അപ്പോൾ ഇതേലും നല്ലതായിട്ട് നടക്കും. ശരി. ഇപ്പോൾ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് പറയുന്നത്. ഇപ്പം ഡിഗ്രി പഠിക്കുന്ന പിള്ളേരുണ്ട്, MA പഠിക്കുന്ന പിള്ളേരുണ്ട്, പിന്നെ വർക്കിംഗ് വുമൻസ് ആയിട്ടുള്ള അല്ലാതെ വേറെ ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ പൊളിറ്റിക്കലി പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. അപ്പം നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം പ്രഷർ ആൺപിള്ളേർക്കും ഉണ്ട്, അത് നിങ്ങളെല്ലാവരും എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഇതിൽ കോളേജ് പിള്ളേർക്കും കൊടുക്കണം. ഇപ്പം സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ പീരീഡ്സ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ക്ലാസ് വെക്കുന്നുണ്ട്, എക്സ്ട്രാ ക്ലാസ്സും. അത് പിന്നെ ടീച്ചേഴ്സിനും അതൊരു ബുദ്ധിമുട്ടാണ്. സോ ഒന്നെങ്കിൽ കൊടുക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കണം. മീൻസ് സ്ത്രീ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും അവരിതിൽ ഇൻക്ലൂഡഡ് ആവുന്നതല്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, വർക്കിംഗ് വുമൻസിനും പിന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കും കൊടുത്താൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.